നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നതെങ്കിലും ഇന്ന് വിഷുഫലത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയണേ. ഓരോ രാശിക്കാർക്ക് നമുക്ക് 2024 ഏപ്രിൽ മാസം 14 തൊട്ട് 2025 ഏപ്രിൽ മാസം 13 വരെ, അതായത് 1199 ആണ്ട് മേടമാസം 1 തൊട്ട് 1200 ആണ്ട് മീനമാസം 30 വരെ ഉള്ള ഒരു വർഷത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ രാശിക്കാരുടെ ഫലമായിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞു വരണേ. ഇന്ന് നമുക്ക് ചിങ്ങൻ രാശിക്കാരുടെ ഫലം എങ്ങനെയെന്ന് നോക്കാം. ചിങ്ങൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ശരിക്ക് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഉത്രത്തിൽ കാല് വരെ ഭരണ സമയം. കാലം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രത്തെ 4 വീതിക്കുമ്പോൾ അതിലൊരു ഭാഗം, 4 ഭാഗം ശരിക്ക് ചിങ്ങൻ രാശിയിൽ വരും. ഈ 2.25 നക്ഷത്രങ്ങളുടെ ഫലമാണ് നമുക്ക് ചിങ്ങൻ രാശിയുടെ ഫലമായിട്ട് പറയണേ. ഈ രാശിക്കാർക്ക് വളരെ ഗുണഫലത്തെ കൊടുക്കുന്ന സമയമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും ദോഷഭാവത്തെ കൊടുക്കുന്ന സമയമല്ല. കാരണം ഈ വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ചിങ്ങരാശിക്കാർക്ക് പ്രധാനമായി നമുക്ക് വ്യാഴത്തിന് പ്രാധാന്യം കൊടുക്കാം. വ്യാഴം മെയ് 1 തൊട്ട് മാറുകയാണ്. ഒരു വർഷത്തോളം കാലയളവ് വ്യാഴം, ഒരു വ്യാഴവട്ടം എന്ന് പറയുമ്പോൾ 12 വർഷക്കാലമാണ്. ഓരോ രാശിയിൽ ഓരോ വർഷത്തോളം നിലനിൽക്കും. ഈ നിൽക്കുന്ന സമയമാണ് വളരെ പുരോഗതിയെ കൊടുക്കുന്ന സമയം, വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന സമയമാണ്. ഇപ്പോൾ വ്യാഴം നമുക്ക് സഞ്ചരിച്ചെത്തുന്നത് 10ലേക്കാണ്. കർമ്മഭാവത്തിലേക്ക് വ്യാഴം വരികയാണ്. കർമ്മഭാവത്തിലെ വ്യാഴം ദോഷപ്രദമല്ല, കർമ്മപുഷ്ടിയെ കൊടുക്കും, കർമ്മത്തെ പുഷ്ടിപ്പെടുത്തും. എങ്കിലും ചിങ്ങ കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടകശനിയുടെ ദോഷഭാവവും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടകശനി ശരിക്ക് പറയുകയാണെങ്കിൽ ഈ മേടത്തിലെ വിഷു ഫലം തീരുമ്പോഴേ ഏകദേശം കണ്ടകശനിയും തീരുകയുള്ളൂ. അതുകൊണ്ട് കണ്ടകശനി നിൽക്കുന്നത് കൊണ്ട് സുഖ ദുഃഖ സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഈ ഒരു വർഷം വളരെ സൗഖ്യപ്രദമാണോ എന്ന് ചോദിച്ചാൽ അല്ല, വളരെ ദുഃഖപ്രദമാണോ എന്ന് ചോദിച്ചാലും അല്ല. ശ്രദ്ധിച്ച് പോവേണ്ട കാലഘട്ടം. ശ്രദ്ധിച്ച് പോയാൽ വളരെ പരിക്കില്ലാതെ പോകാൻ പറ്റുന്ന ഒരു രാശിയാണ് ചിങ്ങൻ രാശി എന്നറിയുക. വളരെ പരിക്കൊന്നും കൂടാതെ പോവാം. കാരണം 10ൽ വ്യാഴം വന്നതുകൊണ്ട് ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും, കർമ്മപുഷ്ടി വരും. ജോലി വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ആദി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടകനുണ്ട് എന്ന് എപ്പോഴും ചിന്തിക്കണം, അതായത് തടസ്സമുണ്ട് എന്ന് ചിന്തിച്ച് പോകണം. ശനി എപ്പോഴും തടസ്സകാരകനാണ്. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ഓരോ കാര്യങ്ങൾ പതുക്കെ ശനിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ശനിയുടെ ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് വേണം ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ 10ലേക്ക് വ്യാഴം വന്നിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അനുകൂലപ്രദമായ സമയമെന്ന് പറയാം, എന്നാലും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് സുഖവും ദുഃഖവും കലർന്ന ഒരു വർഷമാണ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെന്നാൽ
നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും നിങ്ങളുടെ ഇന്നത്തെ ഫലം, ഇന്ന് നിങ്ങൾക്ക് ആൾക്കാരുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്, വളരെ റിസ്ക് ആയിട്ടുള്ളതാണ്. ഓരോ ദിവസത്തെ ഫലവും ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക്കായ കാര്യമാണ്. എന്നാലും നമ്മളുടെ കുറേ ഭക്തരുണ്ട്, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവരുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചാനലുണ്ടായിരുന്നതിൽ 75,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ആ ചാനൽ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. 20,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ നിത്യജ്യോതിഷം ഓരോ ദിവസവും നിങ്ങളുടെ ഫലം, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നോക്കിയിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം. ഇന്ന് അപകടസന്ധി ഏതാണോ, നല്ലതാണോ, ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കി പോകാൻ വേണ്ടി ഒരു ലഘു വിവരണം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റ് കുടുംബാംഗങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നമ്മൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ലൈവ്, അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫലം കേട്ട് മനസ്സിലാക്കാം. അത് ചെയ്യണമെങ്കിലും നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാനലിലൂടെ ഇത് കൊടുക്കും. നമ്മൾ ലൈവ് വരാൻ പോവുകയാണ് എന്ന് പറയാം. അപ്പോൾ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചാനൽ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് UAE കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC. അത് കരാമയിൽ ആരാമൻ റെസ്റ്റോറൻറ്റിനടുത്താണ്. ആരാമൻ റെസ്റ്റോറൻറ്റ് ശരിക്കും അവിടെയുള്ള മലയാളിയൊക്കെ ഏകദേശം പേർക്കും അറിയാം. അതുകൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞതും. അതിന് അടുത്താണ്. അവിടെ എല്ലാ മാസവും ഒരു നിശ്ചിത സമയം നമ്മളവിടെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉള്ള മലയാളികളുടെ പ്രധാന ചാനലായ NTV മലയാളം ചാനലിൽ എല്ലാ ഞായറാഴ്ചയും അവിടുത്തെ സമയം 12 മണി മുതൽ 1 മണി വരെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിളിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെയോ കുടുംബക്കാരുടെയോ കാര്യങ്ങൾ ആരായുന്നതാണ്. അപ്പോൾ ഈ സൗകര്യങ്ങളും ലഭ്യമാണ്. സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.